തിരുവനന്തപുരം വെള്ളായണി കായൽ പുനരുദ്ധാരണത്തിന്റെ ഒന്നാം ഘട്ടത്തിന് തുടക്കമായി. ഒന്നാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ജനങ്ങൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച സംരംഭത്തിനാണ് തുടക്കം കുറിഞ്ഞതെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. കേരളത്തിലെ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് വെള്ളായണി കായൽ. ജനങ്ങളുടെ ആഗ്രഹം പോലെ നാടിന്റെ പാരിസ്ഥിതിക ആവശ്യം കൂടിയാണ് കായലിന്റെ പുനരുദ്ധാരണ പ്രവർത്തനം. അതിന്റെ ആദ്യഘട്ട പ്രവർത്തനങ്ങൾക്കാണ് തുടക്കം കുറിച്ചത്. ഒന്നാം ഘട്ടത്തിനായി 64 കോടി രൂപയാണ് നൽകിയിട്ടുള്ളതെന്നും പദ്ധതി പൂർത്തീകരിക്കുന്നതിലൂടെ ടൂറിസത്തിന്റെ അനന്ത സാധ്യതകൾ കൂടി വർദ്ധിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ഈ പദ്ധതിക്കായി 96.50 കോടി രൂപയാണ് നീക്കിവെച്ചത്. കേരളത്തിൻ്റെ സൗന്ദര്യം ജലാശയങ്ങളും തടാകങ്ങളും എല്ലാം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നമ്മുടെ ഡാമുകളും അനുബന്ധ സൗകര്യങ്ങളും തടാകങ്ങളും എല്ലാം ഒട്ടേറെ ആൾക്കാരെ ആകർഷിക്കുന്ന, വളരെയേറെ ആൾക്കാർക്ക് പ്രയോജനകരമാകുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണെന്നുള്ളതാണ് കേരളത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയുള്ളൊരു കാര്യം. വെള്ളായണി ശുദ്ധജല തടാകം കേരളത്തിലെ തന്നെ രണ്ടാമത്തെ ശുദ്ധജല തടാകം എന്ന നിലയിൽ അതിന്റെ പ്രസക്തി ലോകത്തെമ്പാടും എത്തുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇറിഗേഷൻ ടൂറിസത്തിന്റെ ഭാഗമാക്കിക്കൊണ്ട് പദ്ധതി വിപുലീകരിക്കാനുള്ള സാധ്യതകളും പരിശോധിക്കുകയാണെന്ന് മന്ത്രി പറഞ്ഞു. 96.5 കോടി രൂപയാണ് പദ്ധതിയുടെ ആകെ ചെലവ്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.